തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സർക്കാർ ജീവനക്കാരെ പിടിക്കാൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വലവിരിച്ചു. CPM വിശ്വാസികളായ ജീവനക്കാർ ഓഫീസിൽ നിന്ന് മുങ്ങി തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ജീവനക്കാരെ തൂക്കാൻ ടിക്കാറാം മീണ നേരിട്ട് രംഗത്തിറങ്ങിയത്. അതേസമയം സെക്രട്ടേറിയറ്റ് അടക്കമുള്ള സർക്കാർ ഓഫീസുകളിലെ ജീവനക്കാർ തിരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമാണെന്നും റിപ്പോർട്ടുകളുണ്ട്. വിവിധ സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥം കളത്തിൽ നിറഞ്ഞ നിരവധി സർക്കാർ ജീവനക്കാരുണ്ട്. ആരെങ്കിലും ഇവരുടെ ചിത്രവും മറ്റും തെളിവ് സഹിതം തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഹാജരാക്കിയാൽ പണി പാളും. സർക്കാർ ജീവനക്കാർ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കുന്നതിനും സമൂഹ മാധ്യമങ്ങളിലടക്കം രാഷ്ട്രീയാഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുന്നതിനും കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസമാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ജില്ലയിലെ സർക്കാർ ഉദ്യോഗസ്ഥർക്കായി നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വാട്സാപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ രാഷ്ട്രീയ സ്വഭാവമുള്ള വാർത്തകൾ ഷെയർ ചെയ്യുന്നതിനും കമന്റ് ചെയ്യുന്നതിനും ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ട്. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലയളവിൽ സർക്കാർ ഓഫീസുകളിലും പരിസരങ്ങളിലും പോസ്റ്ററുകൾ, ബാനറുകൾ, കൊടിതോരണങ്ങൾ തുടങ്ങിയവ സ്ഥാപിക്കാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട യാതൊരു ആവശ്യങ്ങൾക്കും ഔദ്യോഗിക വാഹനം ഉപയോഗിക്കാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ ഫലപ്രഖ്യാപനം വരെയുള്ള ദിവസങ്ങൾക്കിടെ രാഷ്ട്രീയ കക്ഷി നേതാക്കളുമായോ അംഗങ്ങളുമായോ കൂടിക്കാഴ്ച നടത്താനോ പ്രചരണത്തിന്റെ ഭാഗമാകാനോ പാടില്ല. പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന കാലയളവിൽ പുതിയ പദ്ധതികൾ തുടങ്ങാൻ പാടില്ല. സർക്കാർ ഓഫീസുകളിലോ പരിസരങ്ങളിലോ നടക്കുന്ന ചടങ്ങുകളിൽ രാഷ്ട്രീയ നേതാക്കളെ ക്ഷണിക്കരുത്. ഓഫീസിനുള്ളിലോ പുറത്തോ ജീവനക്കാർക്കിടയിലോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണം നടത്തുന്നതിനും കർശന വിലക്കുണ്ട്. പെരുമാറ്റച്ചട്ടം സംബന്ധിച്ച നിർദ്ദേശങ്ങളിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു. ഓഫീസ് മേധാവികൾ ഇക്കാര്യത്തിൽ ജീവനക്കാർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശം നൽകണമെന്നും ജില്ലാ ഭരണകൂടത്തിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. സർക്കാർ ജീവനക്കാർക്ക് പുറമെ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ലഘുലേഖകൾ, പോസ്റ്ററുകൾ, നോട്ടീസുകൾ തുടങ്ങിയവ അച്ചടിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജില്ലാ ഇലക്ഷൻ ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർമാർ പ്രിന്റിംഗ് പ്രസ്സുകൾക്ക് നിർദ്ദേശം നൽകി. ജനപ്രാതിനിധ്യ നിയമം 1951 സെലക്ഷൻ 127A അനുശാസിക്കുന്ന നടപടിക്രമം പാലിച്ചു മാത്രമേ അച്ചടിക്കാവൂ. അച്ചടിക്കുന്ന ലഘുലേഖ, പോസ്റ്റർ, നോട്ടീസ് എന്നിവയുടെ പുറത്ത് അച്ചടിക്കുന്ന വ്യക്തിയുടെയും പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിയുടെയും പേരും മേൽവിലാസവും നിർബന്ധമായി പതിച്ചിരിക്കണം. അച്ചടിക്കുന്ന വ്യക്തി ഈ രേഖയുടെ 4 പകർപ്പുകൾ പ്രസിദ്ധീകരിക്കുന്ന വ്യക്തിയുടെ തിരിച്ചറിയൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തിയ പ്രസ്താവനയുടെ പകർപ്പും സഹിതം ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് അച്ചടിക്ക് 3 ദിവസത്തിനകം നൽകണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു. മുമ്പില്ലാത്ത സജ്ജീകരണങ്ങളാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയിരിക്കുന്നത്. TN ശേഷൻ ഇലക്ഷൻ കമ്മീഷനായിരുന്ന കാലത്തെ ക്രമീകരണങ്ങളെ ഓർപ്പിക്കുന്ന വിധത്തിലാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടുതന്നെ സർക്കാർ ഉദ്യോഗസ്ഥർ ജാഗ്രത. പിടിവീണാൽ പണി പോകുമെന്നുറപ്പ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.